ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെൽത്തി റെസിപ്പി ആയിട്ടാണ്. വേറെ ഒന്നുമല്ല, ഓട്സ് വെച്ചിട്ട് ഉപ്പുമാവാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇതൊരു സൂപ്പർ ഹെൽത്തി ഫുഡാണ്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഓട്സ് ഉപ്പുമാവ് തയ്യാറാക്കുന്നത്. ഞാനിവിടെ ഒരു കപ്പ് ഓട്സ് ആണ് എടുത്തിട്ടുള്ളത്. ഓട്സ് നമുക്ക് ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഓട്സ് വെച്ചിട്ട് എന്ത് തയ്യാറാക്കുമ്പോഴും ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. ഓയിലൊന്നും ഒഴിക്കാതെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഇടേണ്ടത്. ഇത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈറ്റ് കളർ ചേഞ്ച് ആയാൽ മതിയാവും. അങ്ങനെ ഓട്സ് ഇവിടെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതങ്ങ് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഞാനിവിടെ നെയ്യ് എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നല്ലൊരു ടേസ്റ്റാണ് നെയ്യിൽ ചെയ്യുമ്പോൾ. നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ മറ്റേത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചിയും പച്ചമുളകും ചേർക്കാം. ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു വലിയ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിലയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. ഒരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സവാളയും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. സവാള ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഗ്രീൻ പീസ് ചേർക്കാം, ബീൻസ് ചേർക്കാം, ക്യാബേജ് വേണമെങ്കിൽ ക്യാബേജ് ചേർക്കാം. അപ്പോൾ ഇഷ്ടമുള്ളതൊക്കെ എടുത്തോളൂ. ഞാനിവിടെ ക്യാരറ്റ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ക്യാരറ്റ് ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് വഴറ്റിയെടുത്താൽ മതിയാവും. ഇതൊന്ന് ജസ്റ്റ് വാടി വന്നാൽ മതിയാവും. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് തക്കാളിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പൊടികളുടെയൊക്കെ റോസ് സ്മെൽ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓട്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു മസാലയുമായിട്ട് ഓട്സ് നന്നായിട്ടൊന്ന് 1-2 മിനിറ്റൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിതിലേക്ക് കാഷ്നട്ടോ നിലക്കടലയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കൂടുതലും വെജിറ്റബിൾസ് ചേർത്തിട്ടാണ് ഈ ഒരു ഉപ്പുമാവ് തയ്യാറാക്കേണ്ടത്. ഇനി വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കപ്പ് വെള്ളം നേരത്തെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1/2 കപ്പ് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം അടച്ചു വെച്ചുകൊണ്ട് വേവിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് 2-3 മിനിറ്റ് മതിയാവും ഇത് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കറക്റ്റ് 3 മിനിറ്റ് ആയിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിലായിരുന്നു വെച്ചിരുന്നത്. അങ്ങനെ നമ്മുടെ ഓട്സ് ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓട്സ് റോസ്റ്റ് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് അങ്ങ് കുഴഞ്ഞു പോകുകയൊന്നും ചെയ്യില്ല. ഇതിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് കുഴഞ്ഞു പോയതുപോലെയുണ്ട്. പക്ഷേ ചൂടാറി വരുമ്പോൾ അത് റെഡി ആയിക്കോളും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വെയിറ്റ് ലോസിനും കൊളസ്ട്രോൾ കുറക്കാൻ വേണ്ടിയിട്ടൊക്കെ വളരെ നല്ലതാണ് ഓട്സ്. മാത്രമല്ല ഫൈബറും പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. പ്രോട്ടീൻ റിച്ച് ആണ് ഓട്സ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. ഓട്സ് വെച്ചിട്ട് ഒരു ലഡ്ഡു റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ അതുകൂടെ കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്